ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകാൻ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതൊരു 2 ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ, വേറൊന്നുമല്ല, ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട, കുഞ്ഞു ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒറ്റൊരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് തന്നെ അല്ലേ സലാം മോളാണ് കേട്ടോ. ഈ മോള് ഞങ്ങൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് വരലുണ്ട്. ഞാനിവിടെ വന്ന് ആദ്യം നോക്കുന്നത് ഇവിടുത്തെ മാക്സിലും ആർഎംബിയിലാവും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് നോക്കിയത് മാക്സിലായിരുന്നു. കാര്യമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലേനു കേട്ടോ. പിന്നെ നല്ലത് എന്തെങ്കിലും കണ്ടാൽ വേണമെന്ന് തോന്നുന്നതാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് ഈ ഓഫ് വൈറ്റ് ബാഗ് ഉണ്ടല്ലോ, ഇത് വാങ്ങിച്ചിരുന്നു കേട്ടോ. പക്ഷേ വാങ്ങിക്കുമ്പോൾ അത് എനിക്കുള്ളതാണെന്ന് അറിയില്ലേനു. വേറൊന്നല്ല, ഈ ബാഗിൻ്റെ ഇതിലൊന്നും സെക്ഷനിലൊന്നും അധികം നോക്കാത്ത ആളേനു ഷാനു. ഇന്നുണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഈ ബാഗ് കാണിച്ചു തന്നുകൊണ്ട് ഇത് എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രസമുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ടൈപ്പുള്ള ബാഗ് തന്നെയായിരുന്നു അത്. പക്ഷേ എന്നോട് പറഞ്ഞു, ഞാൻ ആർക്കാ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഷാനുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഓരോ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ എന്നോടൊരു ബാഗ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടമായിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലെത്തിയിട്ടാണ് അത് എനിക്ക് തന്നുകൊണ്ട് ഇത് എനിക്കുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ശരിക്കും സർപ്രൈസ് ചെയ്യുന്നു എന്ന് പറയാമല്ലോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ, ഒരു സ്പെഷ്യൽ ഡേ മൊമെൻ്റൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കാരെങ്കിൽ വിചാരിച്ച്. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എന്താ പറയുക, വേറൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആർഎംബിക്കാണ് കേട്ടോ പോയിരുന്നത്. ഈ ഒരു ആർഎംബിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരുന്നത്. വേറെ ഒന്നുമല്ല, ഇവിടെ വീക്കെൻഡിൽ എല്ലാ വീക്കെൻഡിലൊന്നും ഉണ്ടാവില്ല, എന്നാലിങ്ങനെ ഇടവിട്ട വീക്കെൻഡിലൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 50% നല്ല ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ ഈ കംപ്ലൈൻറ്റുള്ള പ്രൊഡക്റ്റ് മാത്രമല്ല കേട്ടോ ഉണ്ടാവുക, നല്ല പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ആവും കേട്ടോ അവിടെ. ഈ ഒരു ഹീൽസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഞാനിത് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാലിനിട്ടിട്ട് എന്തോ നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേ ഞാൻ ഹീൽസ് അധികം ഉപയോഗിക്കില്ല, അധികം എന്നല്ല, തീരെ ഞാൻ ഹീൽസ് അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ യൂസ് ആക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമ്മളത് വെറുതെ വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിച്ചതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളവിടുന്ന് കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിരിക്കില്ല കേട്ടോ. എനിക്കൊരു 2 ജോഡി ഷോക്സ്, പിന്നെ ഷാനുവിൻ്റെ മഗ്, അങ്ങനെ ഒരു 2-3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. പിന്നെ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് വ്ളോഗല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത് നമ്മൾ എടുക്കുന്ന സാധനത്തിലും ഷോപ്പിങ്ങിലൊക്കെ ആവുമല്ലോ. അപ്പോൾ കുഞ്ഞു ക്ലിപ്സ് മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോസ് ആക്കിയിട്ട് എടുത്തിരുന്നത്. ഇത് നെക്സ്റ്റ് ഡേ ഒന്നുമല്ല കേട്ടോ, ആ ഒരു വീക്കിൽ സെയിം മാളിൽ പോയതായിരുന്നു നമ്മൾ 2 ആവശ്യമായിരുന്നു. ഒന്ന് നമ്മൾ ഫസ്റ്റ്
ആവശ്യം പറഞ്ഞാൽ മിലാഫ് കോള ഉണ്ട്, സൗദിൻ്റെ പുതിയ പ്രൊഡക്റ്റായ മിലാഫ് കോള. അപ്പോൾ അത് ഇവിടെ ധനൂബിൽ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതിനും. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡെക്കോർ ഐറ്റം എൻ്റെ നാട്ടിൽ റൂമിൽ വാങ്ങിക്കണം എന്നുണ്ട്. വേറൊന്നുമില്ല, നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബും ലൈഫൊക്കെ തരുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടേനു നമ്മളിവിടേക്ക് ധനൂബിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ മിലാഫ് കോള കൂടുതൽ ആൾക്കാർക്കും അറിയാവും, സൗദിൻ്റെ പുതിയ പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മളെ ഡേറ്റ്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നോ ആഡഡ് ഷുഗറാണ്. പിന്നെ ഡേറ്റ്സ് വെച്ചിട്ടാകുമ്പോൾ തന്നെ എന്താ പറയുക, നാച്ചുറൽ ഷുഗർ ഏക്കാരം. അപ്പോൾ ഞങ്ങൾ അതൊരു 5-6 വാങ്ങിച്ചിരുന്നു. ഞങ്ങൾക്കും പിന്നെ കസിൻസിനും കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 5-6 ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ച് വീണ്ടും ഈ ഡെക്കോർ ഐറ്റം എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് നോക്കി ഇങ്ങനെ തിരഞ്ഞു നോക്കുക കേട്ടോ. ഒന്നെങ്കിൽ എനിക്കിഷ്ടമാകുമ്പോൾ ഷാനുവിന് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ ഷാനുവിന് ഇഷ്ടമാകുമ്പോൾ എനിക്കിഷ്ടാവില്ല. അങ്ങനെ ഒന്നും അങ്ങോട്ട് കിട്ടുന്നുണ്ടായില്ല. ഇവിടെ പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അധികം കാണാത്ത ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടല്ലോ, ഇതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്കാണ് വരുന്നത്, പോട്ട് ബ്ലാക്കാണ് വരുന്നത്. ഇതിൻ്റെ വൈറ്റ് ഞാൻ വേറൊരു ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കണോ അതോ ഇത് വാങ്ങിക്കണോ എന്നില്ലേ ആ ഒരു ഇതായിരുന്നു. പിന്നെ ഷാനുവിന് അധികം ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ച്. ഇതൊരു വീക്കെൻഡ് അല്ലേനു, അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ തിരക്കുന്ന അല്ലേനു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ആയ സാധനങ്ങൾ ഇങ്ങനെ മെല്ലെ നോക്കിയും കണ്ടും എടുത്തും ഇങ്ങനെ നടക്കേനു. എനിക്കൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോ സാധനം നോക്കിയൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ നമ്മൾ. അങ്ങനെ നടക്കണത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, എന്നാലും അങ്ങനെ നോക്കി നടക്കുന്നത് ഒരു സമാധാനമുള്ള കാര്യമാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ വുമൻസിനും അങ്ങനെ തന്നെ ആവുന്നതാണ്.
നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.